राधाकान्ति गौरभक्तवृन्द हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനവും ഭവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യത്യസ്ത അധ്യായങ്ങൾ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ചുരുക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും ഓരോ അധ്യായങ്ങൾ നമ്മൾ ഒന്ന് ഓടിച്ച് കണ്ടു, അവലോകനം നടത്തി. അപ്പോൾ ഓരോ അധ്യായത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത് എന്ന് നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 7-ാമത്തെ അധ്യായം കണ്ടിട്ടുണ്ടായിരുന്നു. 7-ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ, ഭൗതിക ശക്തിയും ആത്മീയ ശക്തിയും എന്തൊക്കെയാണ്, ഭഗവാനെ നിരന്തരം ഓർക്കുന്നതിന് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, ഇതെല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് മാത്രമേ മായാശക്തിയിൽ നിന്നും മുക്തരാകാൻ സാധിക്കുകയുള്ളെന്നും 4 കൂട്ടർ ഒരിക്കലും ഭഗവാനെ ശരണം പ്രാപിക്കുന്നില്ലെന്നും അല്ലെ, 4 കൂട്ടർ ഭഗവാനെ തീർച്ചയായിട്ടും ശരണം പ്രാപിക്കുമെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ മായയാ അപഹൃതജ്ഞാന ആസുരം ഭാവം ആശ്രിത. 4 തരം ദുഷ്കൃതികൾ ഒരിക്കലും ഭഗവാനെ ശരണം പ്രാപിക്കാൻ തയ്യാറാകുന്നില്ല. 4 കൂട്ടർ, സുഹൃത്തുക്കളായിട്ടുള്ള 4 കൂട്ടർ, ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി, ഇവർ ഭഗവാനെ ശരണം പ്രാപിക്കുന്നവരാണ്. അതിൽ ജ്ഞാനി, ഭഗവാനെ കുറിച്ചുള്ള സത്യം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് ജന്മങ്ങളിലൂടെ ജ്ഞാനം ആർജിച്ച് വാസുദേവ സർവമിതി, ഭഗവാൻ വാസുദേവനാണ് എല്ലാം എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടാണ് ജ്ഞാനി ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ളത്. ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവന്മാരെ ശരണം പ്രാപിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കുന്നില്ല, ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർക്കാണ് മോക്ഷം ലഭിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജരാമരണ മോക്ഷായ മാമാശ്രിത്യ യതന്തിയെ തേ ബ്രഹ്മ തദ്വിദു കൃഷ്ണം അധ്യാത്മം കർമ്മചാതിലം സാധിഭൂതാതി ദൈവം മാം സാധിയജ്ഞം ചെയ്യേവിതു പ്രയാണകാലേപിച്ച മാം തേ വിദുർ യുക്ത ചേതസ. ആരാണോ ഭഗവാൻ ശ്രീകൃഷ്ണനെ അതിഭൂതനായിട്ടും എല്ലാ ജീവജാലങ്ങളുടെയും അധിപനായിട്ടും അതിദൈവമായിട്ടും എല്ലാ ദേവതമാരുടെയും അധിപനായിട്ടും അതിയജ്ഞം എല്ലാ യജ്ഞങ്ങളുടെയും അധിപനായിട്ടും മനസ്സിലാക്കുന്നത്, ഭഗവാനെ കുറിച്ച് ഈ 3 കാര്യങ്ങൾ ആർക്കാണോ ബോധ്യപ്പെട്ടിട്ടുള്ളത്, പ്രയാണകാലേപിച്ചമാം, പ്രയാണ സമയത്ത്, അവസാന സമയത്ത്, മരണസമയത്ത് ഭഗവാനെ കുറിച്ച് ഓർക്കാനുള്ള ബുദ്ധി ഭഗവാൻ തന്നെ അവർക്ക് നൽകും എന്നാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ച് 3 സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾക്ക് അവസാന സമയത്ത് ഭഗവാനെ പ്രാപിക്കാനുള്ള, ഭഗവാനെ സ്മരിക്കാനുള്ള ബുദ്ധി ഭഗവാൻ തന്നെ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിഭൂതാതി ദൈവം മാം സാധിയജ്ഞം ചെയ്യേ വിദു പ്രയാണകാലേപിച്ച മാം തേ വിദുർ യുക്ത ചേതസഃ. പ്രയാണ സമയത്തും ഭഗവാനെ സ്മരിക്കാനുള്ള ബുദ്ധി ഭഗവാൻ തന്നെ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചില പുതിയ വാക്കുകൾ അർജുനൻ കേട്ടു. കഴിഞ്ഞ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ജരാമരണ മോക്ഷായ മാമാശ്രിത്യ യതന്തിയെ തേ ബ്രഹ്മ തദ്വിദു കൃഷ്ണം അധ്യാത്മം കർമ്മച അഖിലം. ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനെ നിരന്തരം സേവിക്കുന്ന വ്യക്തി ബ്രഹ്മത്തിന് തുല്യമാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മ, ആ വ്യക്തി ബ്രഹ്മം പോലെ ശുദ്ധനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ കർമ്മം എന്താണ്? അധ്യാത്മം കർമ്മചാകിലം.
ആ വ്യക്തിയുടെ കർമ്മം പൂർണ്ണമായിട്ടും ആത്മീയമാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില വാക്കുകൾ അർജുനന് സംശയം ഉണ്ടാക്കുന്നതാണ്. എന്താണ് ബ്രഹ്മം എന്ന വാക്കുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ചത്? അതേപോലെ അധ്യാത്മം എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് ഭഗവാൻ ഉദ്ദേശിച്ചത്? കർമ്മം എന്നതുകൊണ്ട് ഏതു തരം കർമ്മമാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്? സാധിഭൂതാദി ദൈവം മാം, അതിൽ അതിഭൂതം എന്നതുകൊണ്ട് ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിദൈവം എന്നതുകൊണ്ട് ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിയജ്ഞം എന്നുള്ള വാക്കുകൊണ്ട് ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് കൂടുതൽ കൃത്യമായിട്ട് അറിയാൻ അർജുനന് താല്പര്യമുണ്ടായി. അതുകൊണ്ട് ഈ അധ്യായം തുടങ്ങുന്നത് അർജുനന്റെ ചോദ്യത്തിലൂടെയാണ്. 8ാമത്തെ അധ്യായം പരമപദ പ്രാപ്തി എന്ന് ശ്രീല പ്രഭാകർ ഈ അധ്യായത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 6 വാക്കുകളുടെ നിർവചനമാണ് അർജുനൻ ചോദിക്കുന്നത്. ഈ 6 വാക്കുകളെ കൊണ്ട് ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി അർജുനൻ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ അർജുനൻ 5 വാക്കുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. കിം തദ് ബ്രഹ്മ, കിം അധ്യാത്മം, കിം കർമ്മ പുരുഷോത്തമ, അതിഭൂതം ച കിം പ്രോക്തം, അതിദൈവം കിം ഉച്യതേ. 6 വാക്കുകൾ എന്താണ്? കിം അതെന്താണ് അങ്ങ് ഉദ്ദേശിച്ചത് എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്. ഏതൊക്കെ 5 വാക്കുകളാണ് ചോദിച്ചത്? കിം തദ് ബ്രഹ്മ, അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ. തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞില്ലേ, ബ്രഹ്മം എന്ന് പറഞ്ഞില്ലേ? ആ ബ്രഹ്മം എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കിം തദ് ബ്രഹ്മ, കിം അധ്യാത്മം, അങ്ങ് അധ്യാത്മം എന്ന് പറഞ്ഞല്ലോ. ആ അധ്യാത്മം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കിം കർമ്മ പുരുഷോത്തമ, കർമ്മം എന്നും പറഞ്ഞു. ആ കർമ്മം കൊണ്ട് എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അതിഭൂതം ച കിം പ്രോക്തം, അതിഭൂതം എന്ന് പറഞ്ഞു. സാധിഭൂതാദി ദൈവം മാം എന്ന് ഭഗവാനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അതിൽ ഈ അതിഭൂതം എന്നതുകൊണ്ട് ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിഭൂതം ച കിം പ്രോക്തം, അങ്ങ് പറഞ്ഞു. പ്രോക്തം അങ്ങ് നേരത്തെ പറഞ്ഞതാണ്. പ്രോക്തം അതിദൈവം കിം ഉച്യതേ, അതിദൈവം എന്നും അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അതിദൈവം എന്നുള്ള വാക്കുകൊണ്ട് അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? 6 വാക്കുകളിൽ 5 വാക്കുകൾ ഈ ശ്ലോകത്തിൽ തന്നെ ചോദിച്ചു. 6ാമത്തെ വാക്ക് 2ാമത്തെ ശ്ലോകത്തിലാണ് ചോദിക്കുന്നത്. അധിയജ്ഞ കഥം ഗോത്ര ദേഹേസ്മിൻ മധുസൂദന, പ്രയാണകാലേച്ച കഥം ജ്ഞേയോസി നിയതാത്മഭിഹി. അധിയജ്ഞം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അധിയജ്ഞം എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? കഥം. അതേപോലെ അങ്ങ് പറഞ്ഞു പ്രയാണ സമയത്ത്, അവസാന സമയത്ത് ഭഗവാനെ കുറിച്ച് സ്മരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അങ്ങയെ സ്മരിക്കേണ്ടത്? അത് കുറച്ചുകൂടി വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാമോ എന്ന് അർജുനൻ ചോദിച്ചു. അപ്പോൾ അർജുനന്റെ ചോദ്യത്തിൽ 6 വാക്കുകളുടെ നിർവചനം അർജുനൻ ചോദിച്ചു. ബ്രഹ്മം, അധ്യാത്മം, കർമ്മം, അതിഭൂതം, അതിയജ്ഞം, അതിദൈവം. ഇങ്ങനെ 6 വാക്കുകളുടെ വിശദീകരണമാണ് അർജുനൻ ചോദിച്ചത്. കൂടാതെ മറ്റൊരു ചോദ്യവും കൂടി ചോദിച്ചു. എന്താണ് പ്രയാണ സമയത്ത്, അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കുന്നതിനുള്ള മാർഗം എന്താണ്? എങ്ങനെയാണ് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുന്നത്? അതിന്റെ പ്രയോജനം എന്തൊക്കെയാണ്? അത് വിശദമായിട്ട് പറയാൻ വേണ്ടി അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഭഗവാൻ ഈ 6 വാക്കുകളുടെ നിർവചനം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ? ആ 2 ശ്ലോകങ്ങളിൽ തന്നെ ഭഗവാൻ എല്ലാ വാക്കുകളുടെയും നിർവചനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 3ഉം 4ഉം ശ്ലോകങ്ങളിൽ 6 വാക്കിന്റെയും നിർവചനം ഭഗവാൻ പറയുന്നു. ശ്രീ ഭഗവാൻ ഉവാച അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോ അധ്യാത്മം ഉച്യതേ ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മ സംഹിതഃ. എന്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു? അക്ഷരം ബ്രഹ്മം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. അക്ഷരം ബ്രഹ്മ പരമം, ആ പരമമായിട്ടുള്ള അക്ഷരമായിട്ടുള്ള ജീവാത്മാവ്, ഒരിക്കലും നശിക്കാത്ത ജീവാത്മാവിനെയാണ് ബ്രഹ്മം എന്നുള്ള വാക്കുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ചത്. ജീവാത്മാവാണ് ബ്രഹ്മം. സ്വഭാവോ അധ്യാത്മം ഉച്ചത, അതിന്റെ സ്വഭാവം, ആ ജീവാത്മാവിന്റെ സ്വഭാവമാണ് അധ്യാത്മം എന്നുള്ള വാക്കുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജീവാത്മാവിന്റെ സ്വഭാവം എന്താണ്? അധ്യാത്മമാണ്. അധ്യാത്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിദാനന്ദം, സത് ഒരിക്കലും നശിക്കാത്തത്, ചിത് എല്ലാവിധ ജ്ഞാനത്തോടും കൂടിയത്, ആനന്ദം എപ്പോഴും ഭഗവാനെ സേവിച്ച് ആനന്ദത്തിൽ തന്നെ കഴിയുന്നത്. ഇതാണ് ജീവാത്മാവിന്റെ സ്വഭാവം, യഥാർത്ഥ സ്വഭാവം. അതിനെയാണ് അധ്യാത്മം എന്ന് ഭഗവാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവാണ്. അധ്യാത്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവിന്റെ സച്ചിദാനന്ദപരമായിട്ടുള്ള സ്വഭാവമാണ്. ഇനി കർമ്മം എന്താണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്.
ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മ സംഹിത. കർമ്മം കൊണ്ട് ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ചത്? ശരീരത്തെ നിലനിർത്താൻ വേണ്ടി വേദങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അനുവദനീയമായിട്ടുള്ള കർമ്മങ്ങളെയാണ് ഭഗവാൻ ഇവിടെ കർമ്മം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഭൗതിക ശരീരം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കർമ്മത്തിനെയാണ് ഭഗവാൻ കർമ്മം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മം എന്താണെന്ന് പറഞ്ഞു, അധ്യാത്മം എന്താണെന്ന് പറഞ്ഞു, കർമ്മം എന്താണെന്ന് പറഞ്ഞു. ബ്രഹ്മം എന്ന് പറയുന്നത് ജീവാത്മാവാണ്, അധ്യാത്മം എന്ന് പറയുന്നത് ജീവാത്മാവിന്റെ സ്വഭാവമാണ്, കർമ്മം എന്ന് പറയുന്നത് ശരീരം നിലനിർത്താൻ വേണ്ടി ജീവാത്മാവ് ചെയ്യുന്ന നിയമപ്രകാരമുള്ള കർമ്മങ്ങളൊക്കെയാണ് കർമ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. 4ാമത്തെ ശ്ലോകത്തിൽ അതിഭൂതം എന്താണെന്നും അതേപോലെ അതിദൈവം എന്താണെന്നും അതിയജ്ഞം എന്താണെന്നും ഭഗവാൻ നിർവചിക്കുന്നുണ്ട്. അതിഭൂതം ക്ഷരോഭാവ, ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയെയാണ്, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയെയാണ് ഭഗവാൻ അതിഭൂതം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അതിഭൂതം, ഈ മുഴുവൻ ഭൗതിക പ്രപഞ്ചത്തെ, മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രപഞ്ചത്തെയാണ് അതിഭൂതം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ മുഴുവൻ ഭൗതിക പ്രപഞ്ചത്തിന്റെയും അധിപനാണ് ഭഗവാൻ എന്നാണ് പറഞ്ഞത്. സ അതിഭൂതം, സ അതിഭൂതം, ആ അതിഭൂതത്തിനെയും അധിപതിയാണ് ഭഗവാൻ. അപ്പോൾ അതിഭൂതം എന്താണ്? ഈ ഭൗതിക പ്രപഞ്ചമാണ്, മാറിക്കൊണ്ടിരിക്കുന്ന ക്ഷരോഭാവ, മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രപഞ്ചമാണ് അതിഭൂതം. പുരുഷശ്ച അതിദൈവതം, അതിദൈവം എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അതിദൈവം ആരാണ്? അതിദൈവം എന്ന് പറയുന്നത് വിരാട് പുരുഷനാണ്. പുരുഷശ്ച അതിദൈവം, മുഴുവൻ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിരാട് രൂപത്തെ, വിശ്വരൂപത്തെയാണ് അതിദൈവം എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെ? വിശ്വരൂപത്തെ അർജുനൻ കാണുന്നുണ്ട്. അനേകവക്ത്ര നയനം, അനേകാത്ഭുത ദർശനം. ഒരുപാട് കൈകളും ഒരുപാട് മുഖങ്ങളും ഉള്ള അനന്തരൂപം, വിശ്വതോ അനന്തരൂപം, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അനന്തരൂപമായിട്ടുള്ള ആ ഭഗവാന്റെ വിരാട് രൂപത്തെയാണ് ഭഗവാൻ അതിദൈവം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി അതിയജ്ഞം, അതിയജ്ഞോഹമേവാത്ര, അതിയജ്ഞം ഞാൻ തന്നെയാണ് എന്ന് ആണ് ഭഗവാൻ പറയുന്നത്. അതിയജ്ഞം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണു ആണ്. പരമാത്മ രൂപത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാവിനെയാണ് ഭഗവാൻ അതിയജ്ഞൻ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിയജ്ഞോഹമേവാത്ര, അതിയജ്ഞം ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നത്. ദേഹേ ദേഹപ്രതാംബര, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്ന ആ അതിയജ്ഞൻ, അത് ഞാൻ തന്നെയാണ്, പരമാത്മാവിനെയാണ് ഭഗവാൻ അതിയജ്ഞൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അർജുനൻ ചോദിച്ചിട്ടുള്ള 6 വാക്കുകൾക്കും ഭഗവാൻ മറുപടി പറഞ്ഞു കൊടുത്തു, അല്ലെ? ബ്രഹ്മം എന്താണ്, അധ്യാത്മം എന്താണ്, കർമ്മം എന്താണ്, അതിഭൂതം എന്താണ്, അതിദൈവം എന്താണ്, അതിയജ്ഞം എന്താണ് എന്ന് പറഞ്ഞു. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ്, അധ്യാത്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ സ്വഭാവം, കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം നിലനിർത്താനുള്ള കർമ്മങ്ങൾ, അതിഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതി, അതിദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ വിശ്വരൂപം, അതിയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ തന്നെ. അപ്പൊ ഇതും 6ഉം പറഞ്ഞു കൊടുത്തു. ഇനി അർജുനന്റെ ചോദ്യം എന്താണ്? അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവസാന സമയത്ത് എങ്ങനെയാണ് അങ്ങയെ സ്മരിക്കേണ്ടത്, അങ്ങയെ സ്മരിച്ചു കഴിഞ്ഞാലുള്ള നേട്ടം എന്തൊക്കെയാണ്, അത് വിശദമായിട്ട് പറയാൻ വേണ്ടി അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരമാണ് ഈ അധ്യായത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഭഗവാൻ പറയുന്നു, 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അന്ധകാലേശമാമേവ സ്മരൻ മുക്ത കളേവരം യത് പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയം. ആരാണോ അവസാന സമയത്ത് അന്ധകാലേശ മാമേവ, ഭഗവാനെ തന്നെ സ്മരൻ മുക്ത, സ്മരിച്ചുകൊണ്ട്, മുക്ത കളേവരം, സ്മരിച്ചുകൊണ്ട് ശരീരത്തെ ത്യജിക്കുന്നത്, ശരീരത്തിന്റെ പുറത്തേക്ക് പോകുന്നത്, അവരെങ്ങോട്ടാണ് പോകുന്നത്? ഈ പ്രയാതി സമദ്ഭാവം, അവർ എന്റെ ധാമത്തെ തന്നെ, എന്റെ ലോകത്തെ തന്നെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഭഗവാൻ പറയും. ആരാണോ അവസാന സമയത്ത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശരീരത്തിന്റെ പുറത്തേക്ക് പോകുന്നത്, അവർ നേരെ പോകുന്നത് ഭഗവാന്റെ ധാമത്തിലേക്കാണ്, ആത്മീയ ലോകത്തിലേക്കാണ്, അതിന് യാതൊരു സംശയവുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലെ? അന്തേ നാരായണ സ്മൃതി, അവസാന സമയത്ത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പുറത്തു പോയി കഴിഞ്ഞാൽ നേരെ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ അവസാന സമയത്ത് സ്മരിക്കുന്നത്, ഭഗവാനെ സ്മരിക്കുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്.
മാത്രമല്ല അവസാന സമയത്ത് എന്ത് സ്മരിച്ചു കഴിഞ്ഞാലും ആ ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. യം യം ആവിസ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം തം തമേവേദി കൗന്ദയ സദാ തദ്ഭാവ ഭാവിത. യം യം ആവിസ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം ഈ ശരീരം ത്യജിക്കുന്ന സമയത്ത്, ത്യജത്യന്തേ അവസാന സമയത്തും ഈ ശരീരം ത്യജിക്കുന്ന സമയത്ത് എന്താണോ ഒരു വ്യക്തി സ്മരിക്കുന്നത്, യം യം ആവിസ്മരൻ ഭാവം എന്തിനെ കുറിച്ചാണോ ആ വ്യക്തി സ്മരിക്കുന്നത്, തം തമേവേദി കൗന്ദയ അതിനെ തന്നെ ആ വ്യക്തി പ്രാപിക്കുമെന്നാണ് പറയുന്നത്. തം തമേവേദി കൗന്ദയ അതിനെ തന്നെയായിരിക്കും അടുത്ത ജന്മത്തിൽ ആ വ്യക്തി പുതിയ ശരീരമായിട്ട് സ്വീകരിക്കുന്നത്. അതിനെ തന്നെ സ്വീകരിക്കും എന്നാണ് പറയുന്നത്. അല്ല, അതിന് ഉദാഹരണം നമ്മൾ ഭാഗവതത്തിൽ കണ്ടിട്ടുണ്ട്. ഭരത മഹാരാജാവ് മാൻകുട്ടിയെ കുറിച്ച് സ്മരിച്ചുകൊണ്ട് ശരീരം വെടിഞ്ഞു. ആ മാൻകുട്ടി, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ മാൻകുട്ടിക്ക് എന്ത് സംഭവിക്കും, അതിനെ ആരെ രക്ഷിക്കും എന്ന് പറഞ്ഞ് മാനിനെ കുറിച്ച് തന്നെ ചിന്തിച്ച് ശരീരം വെടിഞ്ഞു. അടുത്ത ജന്മത്തിൽ മാനിന്റെ തന്നെ ശരീരം സ്വീകരിക്കേണ്ടി വന്നു. അല്ലെ, മറ്റൊരു ഉദാഹരണം നമ്മൾക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. പുരഞ്ജനൻ ആരെ കുറിച്ചാണ് അവസാനം സ്മരിച്ചത്? പുരഞ്ജനൻ തന്റെ പത്നിയെ കുറിച്ചാണ് സ്മരിച്ചത്. അല്ലെ, എന്റെ ഭാര്യ എനിക്ക് എല്ലാവിധ സേവനങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു, അവളൊരു പാവമായിരുന്നു, അവളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവളെ ആര് നോക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഭാര്യയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മരിച്ചു. അപ്പോൾ ഏത് ശരീരം സ്വീകരിക്കേണ്ടി വന്നു? ഒരു സ്ത്രീയുടെ ശരീരം സ്വീകരിക്കേണ്ടി വന്നു. അല്ലെ, സ്ത്രീയെ കുറിച്ച് ചിന്തിച്ചു, സ്ത്രീയുടെ ശരീരം സ്വീകരിക്കേണ്ടി വന്നു. അപ്പോൾ ഇത് അവസാന സമയത്ത് ശരീരം വെടിയുന്നതിലെ ഒരു സയൻസ് ആണ്. അടുത്ത ശരീരം എന്താണ് സ്വീകരിക്കുന്നത് എന്നതിന്റെ മാനദണ്ഡം എന്താണ്? അവസാനം എന്താണോ സ്മരിക്കുന്നത്. കർമ്മണ ദൈവനേത്രേണ ചന്ദുർദേഹോപത്തേ, അവസാന സമയത്ത് എന്താണോ സ്മരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ശരീരം സ്വീകരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ നിർദ്ദേശം എന്താണ്? തം തമേവേദി കൗന്ദയ അത് തന്നെ നീ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? സദാ തദ്ഭാവ ഭാവിത, അതുകൊണ്ട് സദാസമയത്തും ഭഗവാനെ കുറിച്ച് തന്നെയാണ് സ്മരിക്കേണ്ടത് എന്ന് പറയാം. തസ്മാത് അതുകൊണ്ട് എന്ത് ചെയ്യണം? തസ്മാത് അതുകൊണ്ട് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച്ച, 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തസ്മാത് അതുകൊണ്ട് സർവേഷു കാലേഷു എല്ലാ സമയത്തും സദാസമയത്തും എന്ത് വേണം? മാം അനുസ്മര യുദ്ധ്യച്ച എന്നെ തന്നെ സ്മരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലെ, ഭഗവാനെ കുറിച്ച് സദാസമയം സ്മരിച്ച് പ്രാക്ടീസ് ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. എന്നിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യുക. യുദ്ധജ നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുകയും വേണം, ഭഗവാനെ സ്മരിക്കുകയും, ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു പോരണം. അങ്ങനെയാണെങ്കിൽ മനസ്സും ബുദ്ധിയും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു പോന്നു കഴിഞ്ഞാൽ, ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ നാമം, രൂപം, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ഉപദേശം, ഭഗവാന്റെ ഭക്തന്മാർ, ഭഗവാന്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നിരന്തരം സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, മനസ്സും ബുദ്ധിയും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു പോന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വേശ്യസി അസംശയം. ജീവിതകാലത്ത് തന്നെ നമ്മുടെ മനസ്സും ബുദ്ധിയും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. മാമേ വേശ്യസി, എന്റെ അടുത്തേക്ക് തന്നെ ആ ജീവാത്മാവ് തിരിച്ചു വരും, അതിന് യാതൊരു സംശയവുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. പക്ഷേ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. അത് അഭ്യസിക്കാതെ സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഭഗവാൻ അത് അഭ്യസിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. അഭ്യാസയോഗയുക്തേന, 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അഭ്യാസയോഗയുക്തേന, അത് നമ്മൾ അഭ്യസിക്കണം, പ്രാക്ടീസ് ചെയ്യണം. അഭ്യാസയോഗയുക്തേന ചേതസാൻ അന്യഗാമിന, മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഭഗവാനെ കുറിച്ച് തന്നെ സ്മരിച്ച് നമ്മളെ പരിശീലിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥ അനുചിന്തയൻ. നമ്മൾ ഏത് രൂപത്തിലാണോ ആ ഭഗവാനെ ചിന്തിക്കുന്നത് അതേ രൂപത്തിൽ നമ്മൾക്ക് ആ ഭഗവാനെ, പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ യാതി പ്രാപിക്കാൻ സാധിക്കും. ഏത് രൂപത്തിലാണോ നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നത് അതേ രൂപത്തിൽ നമ്മൾക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. അല്ലെ, അതിന് ഉദാഹരണം നമ്മൾ ഭാഗവതത്തിൽ കണ്ടിട്ടുണ്ട്. അവസാന സമയത്ത് ഭീഷ്മദേവൻ സ്മരിച്ചിരുന്നത് പാർത്ഥസാരഥി രൂപത്തിലുള്ള ഭഗവാനെയായിരുന്നു. അല്ലെ, അർജുനന്റെ തേര് തെളിക്കുന്ന പാർത്ഥസാരഥി രൂപത്തിലുള്ള ഭഗവാനെ സ്മരിച്ചത് കൊണ്ട് ഭീഷ്മദേവൻ പാർത്ഥസാരഥി നായകനായിട്ടിരിക്കുന്ന, പാർത്ഥസാരഥി രൂപത്തിൽ ഇരിക്കുന്ന ഭഗവാന്റെ ലോകത്തിലേക്കാണ്, വൈകുണ്ഠ ലോകത്തിലേക്കാണ് തിരിച്ചു പോയിട്ടുള്ളത്.
അപ്പോൾ എപ്പോഴും ആ ഭഗവാനെ തന്നെ സ്മരിക്കണം. ഭഗവാനെ എങ്ങനെയുള്ള ഭഗവാനെ സ്മരിക്കണം എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. കവിം പുരാണം അനുശാസിതാരം അണോരണീയാം സ അനുസ്മരേത്യ സർവസ്യ ധാതാരം അചിന്ത്യരൂപം ആദിത്യവർണം തമസപരസ്ഥ. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനത്തോടുകൂടി നമ്മൾ ഭഗവാനെ സ്മരിക്കണം എന്നാണ്. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം എന്താണ്? കവിം, അദ്ദേഹം എല്ലാം അറിയുന്നവനാണ്. ഭഗവാൻ കവിയാണ്, എല്ലാം അറിയുന്നവനാണ്, പുരാണനാണ്, ആദിപുരുഷനാണ് അല്ലെ. ഗോവിന്ദം ആദിപുരുഷം, പുരാണ പുരുഷനാണ് അദ്ദേഹം. അനുശാസിതാരം, എല്ലാവരെയും നിയന്ത്രിക്കുന്നവനാണ്. അനുശാസിതാരം അണോരണീയം, ഏറ്റവും ചെറുതിൽ ചെറുതാവാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ. ഇങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള അറിവോടുകൂടി നമ്മൾ ഭഗവാനെ സ്മരിക്കണം. സർവസ്യധാതാരം അചിന്ത്യരൂപം ആദിത്യവർണം തമസപരസ്ഥ. സർവസ്യധാതാരം, എല്ലാ ലോകത്തെയും ധരിക്കുന്ന വ്യക്തിയാണ്. അചിന്ത്യരൂപം, അദ്ദേഹത്തിന്റെ രൂപം ഭൗതികമായിട്ടുള്ള രൂപമല്ല. ആദിത്യവർണം, സുവർണവർണ്ണനായിട്ട് തിളങ്ങുന്ന രൂപമാണ് ഭഗവാനുള്ളത്. തമസപരസ്ഥാത്, അദ്ദേഹം ഈ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ല. തമസ് എന്ന് പറയുന്നത് ഭൗതിക ലോകമാണ്, അതിന്റെ ഉപരിയാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ സ്മരിക്കേണ്ടത് എന്ന് ഭഗവാൻ പറയും. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനത്തോടു കൂടി തന്നെ ഭഗവാനെ സ്മരിക്കണം എന്ന് പറയും. ഇനി അവസാന സമയത്ത് യോഗിമാർ എങ്ങനെയാണ് ശരീരം വെടിയാൻ തയ്യാറാകുന്നത്, അവരെങ്ങനെയാണ് അവസാന സമയത്ത് ശരീരം ഉപേക്ഷിക്കുന്നത്, അതിനുവേണ്ടി എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. പ്രയാണകാലേ മനസാചലേന ഭക്ത്യായുക്തോ യോഗബലേന ചെയ്വ ഭ്രുവോർ മധ്യേ പ്രാണമാവേശ സമ്യക് സദം പരം പുരുഷം ഉപൈതി ദിവ്യം. നേരത്തെ തന്നെ യോഗ അഭ്യാസമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ, പ്രാണായാമം ചെയ്യുന്നവർ എന്ത് ചെയ്യും? പ്രാണായാമത്തിന്റെ ശക്തി കൊണ്ട് ജീവശക്തിയെ ഭ്രൂമധ്യത്തിൽ, രണ്ട് പുരികക്കുടികളുടെ മധ്യത്തിലേക്ക് പ്രാണനെ കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ പിന്നെ അതിന് ഭൗതികമായിട്ടുള്ള ചിന്തയുണ്ടാവില്ല, എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിക്കാൻ സാധിക്കും. സദം പരം പുരുഷം ഉപൈതി ദിവ്യം. പരമപുരുഷനെ ഭൗതികമായിട്ടുള്ള ചിന്തകളുടെ അലട്ടലൊന്നും ഇല്ലാതെ, അല്ലെ, വീടിനെ കുറിച്ചോ കുടുംബത്തെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ആ വ്യക്തിക്ക് ഭഗവാനെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ സാധിക്കും. ഭക്ത്യായുക്തോ യോഗബലേന ചെയ്വ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭക്തന്മാർക്ക് ഭഗവാനെ നേരിട്ട് സ്മരിക്കാൻ സാധിക്കും. യോഗികൾക്ക് പ്രാണനെ അവർ ഭ്രൂമധ്യത്തിൽ കൊണ്ടുവന്ന് പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പരമപുരുഷനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? യദക്ഷരം വേദവിദോ വദന്തി. വേദങ്ങൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ആ പരമപുരുഷനെ പ്രാപിക്കുക എന്നുള്ളതാണ്. വിശന്തിയതയോ വീതരാഗ യതിച്ഛന്തോ ബ്രഹ്മചര്യം ചരതി. ബ്രഹ്മചര്യം പാലിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തത്തേപദം സംഗ്രഹേണ പ്രവച്യേ. ആ പരമപദത്തിനെ കുറിച്ച് വളരെ ചുരുക്കി, വളരെ സൂചന മാത്രം ഞാൻ നൽകാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവത്ഗീതയിൽ ആ പരമപദത്തെ കുറിച്ച് സൂചന മാത്രമേ ഉള്ളൂ. സംഗ്രഹേണ പ്രവച്യേ, വളരെ ചുരുക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. അവിടേക്ക് എത്തുന്നതിന് വേണ്ടി യോഗിമാർ എന്ത് ചെയ്യും എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യജ മൂർധന്യാധായാത്മന പ്രാണം ആസ്ഥിതോ യോഗധാരണ. പൃഥു മഹാരാജാവിന്റെ അവസാന സമയം നമ്മൾ കണ്ടിട്ടുണ്ട് ഭാഗവതത്തിൽ. ആ പൃഥു മഹാരാജാവ് പ്രായമായിട്ടും അദ്ദേഹത്തിന് മരിക്കാൻ പ്രായമാകുന്നതിന്റെ മുന്നേ തന്നെ അദ്ദേഹം വിചാരിക്കും, ഞാനിപ്പോൾ ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ട് സ്മരിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം, എല്ലാ ശരീരദ്വാരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് പ്രാണനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ തന്നെ ശരീരം വെടിയാം എന്ന് വിചാരിച്ച് അദ്ദേഹം യോഗശക്തി കൊണ്ട് ആ ശരീരത്തിൽ നിന്നും പ്രാണനെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്, അല്ലെ, ഭഗവാനെ പൂർണ്ണമായിട്ടും ചിന്തിച്ചുകൊണ്ട്. അത് യോഗിമാർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. യോഗിമാർ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറയാം. ഇനി ഭഗവാൻ പറയുന്നു, പ്രാണൻ പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യപ്രയാതി ത്യജൻ ദേഹം സയാതി പരമാത്മ. പ്രാണൻ പുറത്തേക്ക് പോകുന്ന സമയത്ത്, ശരീരത്തിന്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ. ഓം എന്ന് പറഞ്ഞ് ഭഗവാന്റെ നാമം സ്മരിച്ചുകൊണ്ട് വേണം ശരീരത്തിന്റെ പുറത്തേക്ക് കടക്കാൻ എന്നാണ് പറയുന്നത്. അവസാന ശ്വാസത്തിൽ നമ്മൾ എന്ത് പറയണം? ഓം എന്ന് പറയണമെന്നാണ് പറയുന്നത്.
അപ്പൊ കലിയുഗത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ശ്രീല പ്രഭുപാദൻ വിശദീകരിക്കുന്നുണ്ട്. കലിയുഗത്തിൽ നമ്മൾ വേദമന്ത്രങ്ങളും ഓങ്കാരവും ഒന്ന് ഉരുവിട്ട് പരിശീലിക്കുന്നില്ല, അത് അഭ്യസിക്കുന്നില്ല കലിയുഗത്തിൽ. അപ്പോൾ കലിയുഗത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ കൃഷ്ണമന്ത്രം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ജപിച്ചുകൊണ്ടാണ് ശരീരത്തിന്റെ പുറത്തേക്ക് കടക്കേണ്ടത് എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ശരീരത്തിന്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രയാതിത്യജന്തേഹം സയാതി പരമാഗതി. ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും പരമമായിട്ടുള്ള ഗതി ഉണ്ടാകും. ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നേരെ ഭഗവത് നാമത്തിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ശരീരത്തിന്റെ പുറത്തേക്ക് പോകണം എന്നാണ് പറയുന്നത്. ഭാഗവതത്തിലും അത് തന്നെയാണ് പറയുന്നത്. കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. ഭഗവാന്റെ കൃഷ്ണന്റെ നാമം കീർത്തിച്ചുകൊണ്ട് നമ്മൾ ശരീരത്തിന്റെ പുറത്തേക്ക് വന്ന് മുക്തി നേടി പരം വ്രജേത്, പരമമായിട്ടുള്ള ധാമത്തിനെ പ്രാപിക്കാൻ സാധിക്കും എന്ന് ഭാഗവതത്തിലും ഇതേ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് വേണം ശരീരം വെടിയാൻ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പരമമായിട്ടുള്ള ഗതി ഉണ്ടാകും. സയാതി പരമാഗതി. ഇത് ഭക്തന്മാർക്ക് വളരെ എളുപ്പമാണ് എന്നാണ് പറയുന്നത്. അല്ലെ, യോഗചര്യ ഒന്നും പാലിച്ചിട്ടില്ലെങ്കിൽ പോലും ഭക്തന്മാർ നിരന്തരം ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ട് അവസാന സമയത്ത് അവർ സ്വാഭാവികമായിട്ടും ആരെ സ്മരിച്ചോളും? ഭഗവാനെ തന്നെ സ്മരിച്ചോളും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഹരേ കൃഷ്ണയിൽ, ഇസ്കോണിൽ ഒരുപാട് ഭക്തന്മാർ ഭഗവാന്റെ നാമം കേട്ടുകൊണ്ട്, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് കൃഷ്ണ ഗോവിന്ദ ഹരേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരീരം വെടിയുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്. ഒരുപാട് ഭക്തന്മാർ അങ്ങനെ തിരിച്ചു പോയിട്ടുണ്ട്. ആ കാര്യമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അനന്യചേതാ സതതം യോമാൻ സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ത നിത്യയുക്തസ്യ യോഗിന. ദിവസവും ഭഗവാനെ സ്മരിക്കുന്ന ഒരു വ്യക്തിക്ക്, അനന്യ സതതം എപ്പോഴും മറ്റു ചിന്തയൊന്നുമില്ലാതെ നിരന്തരമായിട്ട് ഭഗവാനെ സ്മരിക്കുന്ന, ഭഗവാന്റെ നാമം ജപിക്കുന്ന, ഭഗവാന്റെ ലീലകൾ കേൾക്കുന്ന, ഭഗവാന്റെ ഉപദേശങ്ങൾ കേൾക്കുന്ന നിത്യയുക്തന്മാർക്ക് അവർക്ക് വളരെ ലളിതമായിട്ട് അവസാന സമയത്തും ഭഗവാനെ സ്മരിക്കാൻ സാധിക്കും. അവർക്ക് ഭഗവാനെ ലഭിക്കുന്നത് വളരെ ഈസിയാണ് എന്നാണ് പറയുന്നത്. തസ്യാഹം സുലഭ പാർത്ത, വളരെ ലളിതമായിട്ട് അവര് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത് കാണാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നും ഭഗവാൻ ഉറപ്പ് തരുന്നുണ്ട്. മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാം ഗത. എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ, മാമുപേത്യ എന്റെ ധാമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പുനർജന്മം ദുഃഖാലയം അശാശ്വതം, അതൊന്നുമില്ല, പിന്നെ പുനർജന്മമില്ല. ഈ ദുഃഖാലയത്തിലേക്ക്, ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന ഈ ദുഃഖാലയത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ തന്നെ ഈ ലോകത്തിന് ദുഃഖാലയം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോയാൽ മാത്രമേ ദുഃഖം അവസാനിക്കുന്നുള്ളൂ. അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. നാപ്നുവന്തി, തിരിച്ചു വരേണ്ട. മഹാത്മാന സംസിദ്ധിം പരമാം ഗത, അവര് വലിയ ശുദ്ധ ആത്മാക്കളായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. അവർക്ക് പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ മറ്റു ലോകങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടി വരും എന്നും ഭഗവാൻ പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ, 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോ അർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മ നവിദ്യതേ. ബ്രഹ്മലോകം മുതൽ പാതാളം വരെയുള്ള 14 ലോകങ്ങളിൽ ഏത് ലോകത്തിൽ പോയാലും ആ ബ്രഹ്മഭുവനാലോക, ബ്രഹ്മലോകം മുതൽ ഭൂലോകങ്ങൾ, താഴ്ന്ന ലോകങ്ങൾ വരെയുള്ള ഏത് ലോകത്തിൽ പോയാലും നമ്മൾ 14 ലോകങ്ങൾ എന്നാണ് പറയാറ്, അല്ലെ? ഭൂമിക്ക് താഴെ 7 ലോകങ്ങളുണ്ട്. അതലം, വിതലം, സുതലം, മഹാതലം, തലാതലം, രസാതലം, പാതാളം എന്ന് പറഞ്ഞിട്ട് 7 ലോകങ്ങൾ താഴോട്ടുണ്ട്. ഭൂമിക്ക് മുകളിൽ 6 ലോകങ്ങൾ മുകളിലേക്കുമുണ്ട്, അല്ലെ? ഭുവർലോകം, സ്വർഗലോകം, മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം എന്ന് പറഞ്ഞിട്ട് 6 ലോകങ്ങൾ ഭൂമിക്ക് മുകളിലേക്കുമുണ്ട്. ഭൂലോകം മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ 14 ലോകങ്ങൾ. 14 ലോകത്തിൽ ഏറ്റവും ഉപരിയായിട്ടുള്ള ലോകമാണ് ബ്രഹ്മലോകം, അല്ലെങ്കിൽ സത്യലോകം എന്ന് പറയുന്നത്. ആ സത്യലോകത്തിൽ, ബ്രഹ്മലോകത്തിൽ പോയാലും തിരിച്ചു വരണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ എത്രയോ താഴെയാണ് സ്വർഗലോകം എന്ന് പറയുന്നത്, അല്ലെ? ഭൂലോകം, ഭൂവർലോകം, സ്വർഗലോകം. ഭൂമിയുടെ തൊട്ട മുകളിലാണ് സ്വർഗലോകങ്ങൾ.
സ്വർഗലോകത്തിൽ പോയാൽ പിന്നെ അതിന്റെ കാര്യം പറയാനായിട്ടില്ല. എന്തായാലും തിരിച്ചു വരണം. ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി. ബ്രഹ്മലോകത്ത് പോയാലും തിരിച്ചു വരണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ബ്രഹ്മഭുവന ലോക പുനരാവർത്തിനോർജുന. അപ്പൊ ഭഗവാൻ ലോകത്തിലേക്ക് പോകുന്നതും ഭൗതിക ലോകത്തിൽ ഏറ്റവും ഉപരി ലോകമായിട്ടുള്ള ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നതും വ്യത്യാസമുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി. ഭഗവാന്റെ ലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ വൈകുണ്ഠ ലോകത്തിലെ ഏറ്റവും ഉപരിയായിട്ടുള്ള ഗോലോക വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഏറ്റവും ഉന്നത ലോകമായിട്ടുള്ള ബ്രഹ്മലോകത്തിൽ എത്തിയാൽ പോലും പുനരാവർത്തിനോർജുന തിരിച്ചു വരേണ്ടി വരും എന്നാണ് പറയുന്നത്. മാമുപേത്യതു കൗന്ദേയ പുനർജന്മന വിദ്യതേ. ഭഗവാനെ പ്രാപിച്ചാലേ പുനർജന്മം ഇല്ലാത്തതായിട്ടുള്ളൂ. ഭഗവാൻ വിഷ്ണുവിനെ അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലോകത്തെ പ്രാപിച്ചാൽ മാത്രമേ തിരിച്ചു വരേണ്ടാത്തതായിട്ടുള്ളൂ. ബാക്കി എവിടെ പോയി കഴിഞ്ഞാലും തിരിച്ചു വരണം എന്നാണ് പറയുന്നത്. ഇനി ആ ബ്രഹ്മലോകത്തിന്റെ ഒരു ആയുസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രഹ്മലോകത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാലം ജീവിക്കാം. പക്ഷെ എന്നാലും അതിനൊരു പരിധിയുണ്ട്, അതിനൊരു ആയുസ്സുണ്ട്. ബ്രഹ്മാവിനും ആയുസ്സുണ്ട് എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിന്റെ ആയുസ്സിനെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സഹസ്രയുഗ പര്യന്തം അഹര്യത് ബ്രഹ്മണോ വിദുഹു രാത്രിം യുഗസഹസ്രാന്ത തേ അഹോരാത്ര വിദോജന. ബ്രഹ്മാവിന്റെ പകലിനെ കുറിച്ചും അഹർ എന്ന് പറയുന്നത് പകലാണ്. രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യത്തെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ബ്രഹ്മാവിന്റെ പകലിന്റെ ദൈർഘ്യം എത്രയാണ്? സഹസ്രയുഗ പര്യന്തം അഹര്യത് ബ്രഹ്മണോ വിദു. ബ്രഹ്മാവിന്റെ അഹർ എന്ന് പറയുന്നത് പകൽ സമയം എത്രയാണ്? സഹസ്രയുഗമാണ്. 1000 ചതുർയുഗങ്ങൾ എത്ര കാലമാണോ ഉള്ളത് അത്രയും കാലമാണ് ബ്രഹ്മാവിന്റെ പകൽ സമയം. അത്ര തന്നെ രാത്രിയും എന്ന് പറയും. രാത്രിയും യുഗസഹസ്രാന്തം, അത്ര തന്നെ രാത്രി സമയവും ബ്രഹ്മാവിനുണ്ട്. അങ്ങനെ 2 യുഗസഹസ്രങ്ങൾ കഴിഞ്ഞാലാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസമാവുന്നത്. അങ്ങനത്തെ 30 ദിവസം ബ്രഹ്മാവിന്റെ ഒരു മാസവും, അങ്ങനത്തെ 12 മാസം ബ്രഹ്മാവിന്റെ ഒരു വർഷവും, അങ്ങനത്തെ 100 വർഷം ബ്രഹ്മാവിന്റെ ആയുസ്സും ആണ്. ആ ബ്രഹ്മാവിന്റെ ആയുസ് എത്രയാണ്? യസ്സൈക നിശ്വസിത കാലമധാവലംബ്യ ജീവന്തി ലോമ വിലജാ ജഗദണ്ഡനാഥ വിഷ്ണുർ മഹാൻ സ ഇഹയസ്യ കലാവിശേഷോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ആ മഹാവിഷ്ണുവിന്റെ നിശ്വസിത കാലം അല്ലെ, നിശ്വസിത കാലം, ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുന്ന സമയമാണ് ഈ ബ്രഹ്മാവിന്റെ 100 വർഷം എന്ന് പറഞ്ഞിട്ടുള്ള ആയുസ്. യസ്സൈക നിശ്വസിത കാലമധാവലംബ്യ ജീവന്തി ലോമ വിലജ ജഗദണ്ഡനാഥൻ. ആ ജഗദണ്ഡനാഥൻ ആരാണ്? ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന്റെ ആയുസ് എത്രയാണ്? യസ്സൈക നിശ്വസിത കാലമധാവലംബ്യ. മഹാവിഷ്ണുവിന്റെ ശ്വാസം പുറത്തേക്ക് എടുത്ത് അകത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ ആയുസ് തീർന്നു. അത് പക്ഷെ വളരെ ദീർഘമായിട്ടുള്ള ആയുസാണ്. ബ്രഹ്മാവിന്റെ ഒരു പകൽ തന്നെ 1000 ചതുർയുഗങ്ങളാണ് എന്ന് പറയും. അപ്പോൾ ഒരിക്കലും നശിക്കാത്തതാണെന്ന് നമ്മൾക്ക് തോന്നാം. പക്ഷെ ഭഗവാൻ പറയുന്നു അതും നശിക്കുന്നതാണ്. ഭഗവാൻ മാത്രമേ അത് അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് ബ്രഹ്മലോകത്തിൽ പോയാലും തിരിച്ചു വരേണ്ടി വരും എന്ന് പറയുന്നത്. ഇനി ഒരു ജീവാത്മാവിന് ഈ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഈ ഭൗതിക ലോകത്തിന്റെ സ്വഭാവം അതിനെക്കുറിച്ചാണ് പറയുന്നത്. അവ്യക്താത് വ്യക്തയ സർവ പ്രഭവന്ത്യ ഹരാഗമേ രാത്രിയാഗമേ പ്രലീയന്തേ തത്രൈവാവ്യക്ത സംജ്ഞകേ. ചില സമയത്ത് ഇവിടെ സൃഷ്ടി നടക്കും. ബ്രഹ്മാവിന്റെ പകൽ സമയത്ത് ഇവിടെ സൃഷ്ടി നടക്കും. പ്രഭവന്തി അഹരാഗമേ. അഹർ സമയത്ത്, അഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയം. ബ്രഹ്മാവിന് നേരം വെളുക്കുന്ന സമയത്ത്, പകലാകുന്ന സമയത്ത് സൃഷ്ടി നടക്കും. പ്രഭവന്തി, സൃഷ്ടിയൊക്കെ നടക്കും. ആ സമയത്ത് അവ്യക്തതയിൽ നിന്ന് ശരീരമില്ലാത്ത ജീവാത്മാക്കൾക്കൊക്കെ ശരീരം കിട്ടും. അവ്യക്താത് വ്യക്തയ സർവേ, എല്ലാ ശരീരം കാത്തു കിടക്കുന്ന ജീവാത്മാക്കൾക്കും ശരീരം കിട്ടും. അവര് വ്യക്തരൂപത്തിലേക്ക് വരും. പിന്നീട് എന്ത് സംഭവിക്കും? രാത്രിയാഗമേ പ്രലീയന്തേ തത്രൈവാഭ്യക്ത സംജ്ഞകൻ. ബ്രഹ്മാവിന്റെ രാത്രിയാകുന്ന സമയത്ത് 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞ് ബ്രഹ്മാവിന്റെ രാത്രിയാകുന്ന സമയത്ത് വീണ്ടും അവർക്ക് ശരീരമില്ലാതെ അവർ അവ്യക്തതയിൽ തന്നെ വിശ്രമിക്കേണ്ടി വരും. മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ അവർ പോയിട്ട് വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അടുത്ത സൃഷ്ടി വരെ അവർ കാത്ത് കിടക്കുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെയാണ് ബ്രഹ്മാവിന്റെ ഓരോ ദിവസവും ജീവാത്മാക്കൾക്ക് ശരീരം കിട്ടുകയും പിന്നീട് ശരീരം രാത്രിയാകുന്ന സമയത്ത് അവർ മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ പോയിട്ട് വിശ്രമിക്കും, നിദ്രയിലാണ്ട് ഉറങ്ങിക്കിടക്കുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് ജീവാത്മാവിന്റെ ഗതി. ഈ ഭൗതിക ലോകത്തിലുള്ള ഗതി ഇതാണ്. ഭൂതഗ്രാമസേവായം ഭൂതാഭൂത പ്രലീയത. ഈ ഭൗതിക ലോകത്തിൽ കുടുങ്ങിയിട്ടുള്ള ജീവാത്മാക്കളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അവർക്ക് രാത്രി എന്ത് ചെയ്യും? രാത്രിയാകമേ അവശപ്പാർത്ത പ്രഭവത്തി അഹരാഗമേ. രാത്രിയിൽ അവര് റെസ്റ്റ് എടുക്കും, പകൽ സമയത്ത് ശരീരം കെട്ടി വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ, ഇന്ദ്രിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ജീവാത്മാക്കൾക്ക് ഈ ഭൗതിക ലോകത്തിൽ ഉണ്ടാവുന്ന ഗതി അല്ലെ, പുനരഭിജനനം പുനരഭിമരണം, ഇതിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഭഗവാൻ പറഞ്ഞത്, ബ്രഹ്മലോകത്തിൽ പോയാലും തിരിച്ചു വരണം. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോർജിന എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് ഈ ഭൗതിക ലോകത്തിന് ഉപരിയായിട്ടൊരു ലോകമുണ്ട് എന്നാണ്. സാധാരണഗതിയിൽ വേദങ്ങളിലൊക്കെ പറയുന്നത് ഈ 17-14 ലോകങ്ങളിലേക്ക് എങ്ങനെ പോകാം എന്നാണ് പറയുന്നത് അല്ലെ. അതിനുവേണ്ടി വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ, സ്വർഗലോകത്തിൽ പോകാനുള്ള യജ്ഞം, ചന്ദ്രലോകത്തിൽ പോകാനുള്ള യജ്ഞം, പിതൃലോകത്തിൽ പോകാനുള്ള യജ്ഞം, ബ്രഹ്മലോകത്തിൽ പോകാനുള്ള യജ്ഞങ്ങളൊക്കെയാണ് വേദങ്ങളിൽ പറയുന്നത്. ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന, നീ അതിന്റെ ഉപരിയായിട്ട് മനസ്സിലാക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭൗതിക ലോകത്തിന് ഉപരിയായിട്ട് ഒരു ലോകമുണ്ട് എന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നത്. പരസ്തസ്മാത്തു ഭാവോ അന്യോ അവ്യക്തോ അവ്യക്താ സനാതന യസ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. പരസ്തസ്മാത്തു ഭാവോ അന്യോ, പരമായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഭൂതാഭൂത പ്രലീയത, വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടുകയും നശിക്കപ്പെടുകയും ചെയ്യുന്ന ഈ ഭൗതിക ലോകത്തിന് ഉപരിയായിട്ട് പരമായിട്ട് മറ്റൊരു ഭാവമുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. മറ്റൊരു ലോകത്തിന് നിലനിൽപ്പുണ്ട്. അതെന്താണ്? അവ്യക്തോ വ്യക്ത സനാതന. അത് വ്യക്തവും അവ്യക്തവുമായിട്ടുള്ള ഈ ഭൗതിക ലോകത്തിന് ഉപരിയാണ്. മാത്രമല്ല അതെന്താണ്? അത് സനാതനമാണ് എന്നാണ് പറയുന്നത്. അതില് സൃഷ്ടിയും സംഹാരവുമില്ല. അവിടെ സൃഷ്ടിയും സംഹാരവുമില്ല. അത് സനാതനമായിട്ട് ഒരിക്കലും നശിക്കാത്തതായിട്ട് അങ്ങനെ നിലനിൽക്കുന്നതാണ്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരമൊക്കെ എവിടെയാണ്? ഈ ഭൗതിക ലോകത്തിലാണ്. അവിടെ സൃഷ്ടിയും സംഹാരവും ഒന്നും ഇല്ല. സർഗം അവിടെ നടക്കുന്നില്ല. കാരണം അവിടെ സംഹാരമില്ല. സംഹാരമില്ലാത്തത് കൊണ്ട് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. അവരെല്ലാവരും ഒരിക്കലും നശിക്കാതെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭൗതിക ലോകത്തിനെ ഭഗവാൻ അശാശ്വതം എന്ന് പറഞ്ഞു, ഒരിക്കലും നശിക്കാത്തത്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഉയർന്ന ലോകം, ആത്മീയ ലോകം എന്താണ്? അത് ശാശ്വതമാണ്, അല്ലെങ്കിൽ സനാതനമാണ്, ഒരിക്കലും നശിക്കാത്തതാണ് എന്നാണ് പറയുന്നത്. അത് പക്ഷേ അവ്യക്തമാണ്. ഈ ഭൗതിക ലോകത്തിലുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് അതിനെ അവ്യക്തം എന്ന് പറയുന്നത്. അവ്യക്തമായിട്ടുള്ള മറ്റൊരു ലോകമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. യസ് സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. ഈ ഭൗതിക ലോകത്തിൽ എല്ലാ ജീവജാലങ്ങളും നശിച്ചാലും അവിടെ യാതൊരു നാശവും സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. യസ് സർവേഷു ഭൂതേഷു, ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും നശ്യത്സു, നശിച്ചാലും എന്ത് സംഭവിക്കുന്നില്ല? ന വിനശ്യതി, അവിടെ ആ ലോകത്തിൽ യാതൊരു നാശവും സംഭവിക്കുന്നില്ല. അപ്പോൾ അവിടെ പ്രളയമൊന്നും ബാധിക്കുന്നില്ല, അവിടെ സംഹാരമില്ല, രുദ്രന്റെ സംഹാരം അവിടെ ഇല്ല. അത് സനാതനമായിട്ടുള്ള ലോകമാണ് എന്ന് പറയുന്നു. അവ്യക്തോ അക്ഷര ഇത്യുക്ത തസ്മാഹു പരമാം ഗതി യപ്രാപ്യ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഇത് വേദങ്ങളിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ആദ്യമായിട്ടല്ല ഈ ലോകത്തിനെ കുറിച്ച് പറയുന്നത്. വേദങ്ങളിൽ അതിനെക്കുറിച്ച് സൂചനയുണ്ട്. തമാഹു, അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവ്യക്തോ അക്ഷര. ചില സ്ഥലത്ത് അവ്യക്തം എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലത്ത് അക്ഷരം എന്ന് പറഞ്ഞു. അക്ഷരമായിട്ടുള്ള ലോകം, ഒരിക്കലും നശിക്കാത്ത ലോകം, അല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ള ലോകം. അവ്യക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കാത്ത ലോകം എന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആണ് പരമമായിട്ടുള്ള ഗതി. അവിടെയാണ് ജീവാത്മാവിന് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് പരമമായിട്ടുള്ള ഗതി
അതെന്താണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. യം പ്രാപ്യ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അത് എന്റെ ലോകമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് എന്റെ ധാമമാണ്. വൈകുണ്ഠ ലോകം, നാരായണ ലോകം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ലോകം, ഗോലോക വൃന്ദാവനം, അത് എന്റെ ധാമമാണ്. ആത്മീയ ലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വന്തം നേരിട്ടുള്ള ധാമമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ യം പ്രാപ്യ അവിടെ എത്തിക്കഴിഞ്ഞാൽ ന നിവർത്തന്തേ, ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അവിടുന്ന് ഒരിക്കലും ഭഗവാൻ നമ്മളെ പുറത്താക്കുന്നില്ല എന്നാണ് പറയുന്നത്. മറ്റേത് ലോകത്തിൽ പോയി കഴിഞ്ഞാലും പുറത്തു വരേണ്ടി വരും. ആ ബ്രഹ്മഭുവന ലോക പുനരാവർത്തിനോർച്ചന ക്ഷീണേ പുണ്യം അർത്ഥി ലോകം വിശന്തി. പുണ്യം തീരുന്നതിനനുസരിച്ച് വീണ്ടും താഴോട്ട് വരേണ്ടി വരും. പക്ഷേ ഭഗവാന്റെ ലോകത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അത് പരമമായിട്ടുള്ള ഗതിയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ യം പ്രാപ്യ ന നിവർത്തന്തേ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അവിടേക്ക് എങ്ങനെ എത്താൻ സാധിക്കും എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ആർക്കാണ് ആ പരമമായിട്ടുള്ള ഗതി ലഭിക്കുന്നത്? ഭഗവാൻ പറയുന്നു, പുരുഷസ പരം വാർത്ത ഭക്ത്യാലഭ്യസ്മനന്യ. ആ പരമപുരുഷനെ പ്രാപിക്കാൻ സാധിക്കുന്നത്, ആ പരമപുരുഷന്റെ ലോകത്തെ പ്രാപിക്കാൻ സാധിക്കുന്നത് ആർക്ക് മാത്രമാണ്? ഭക്ത്യാലഭ്യസ്മനന്യ. ഭഗവാന് സേവനം ചെയ്യുന്നവർക്ക് മാത്രമാണ്, ഭക്തിയുത സേവനം ചെയ്യുന്നവർക്കാണ് ആ ലോകത്തെ പ്രാപിക്കാൻ സാധിക്കുന്നത്. അല്ലെ? അല്ലാതെ തപസ് ചെയ്തത് കൊണ്ടോ, ദാനം ചെയ്തത് കൊണ്ടോ, വേദപഠനം നടത്തിയത് കൊണ്ടോ, യജ്ഞങ്ങൾ നടത്തിയത് കൊണ്ടോ, അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ, നന്മകൾ, പുണ്യകർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ ഒന്നും ഭഗവാന്റെ ധാമത്തെ പ്രാപിക്കാൻ സാധിക്കുന്നില്ല. ഭഗവാനെ സേവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ധാമം എന്നാണ് പറയുന്നത്. ഭക്ത്യാലഭ്യസ്തനന്യ, മറ്റൊന്നും കൊണ്ടും കിട്ടുന്നില്ല. അനന്യമായിട്ടുള്ള ഭക്തി കൊണ്ടാണ് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നത്. യസ്യാന്തസ്ഥാനി ഭൂതാനി ഏന സർവമിതം തദം. ആ പരമപുരുഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സർവഭൂതങ്ങളെയും സംരക്ഷിക്കുന്ന ആ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്തി തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലെ? കർമ്മം ചെയ്യാനോ, ജ്ഞാനം ചെയ്യാനോ, ധ്യാനം ചെയ്യാനോ, അല്ലെങ്കിൽ യോഗം ചെയ്യാനോ, യജ്ഞം ചെയ്യാനോ ഒന്നുമല്ല ഭഗവാൻ പറയുന്നത്. ഭക്തി, ഭഗവാന്റെ സേവനം, ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാനെ കീർത്തിക്കുക, ഭഗവാനെ നമസ്കരിക്കുക, ഭഗവാനെ ആരാധിക്കുക, അല്ലെ? ഭഗവാന്റെ ലീലകളൊക്കെ കേൾക്കുക. ഇങ്ങനെ ഭക്തിയുത സേവനങ്ങൾ ചെയ്യണം, ആത്മീയമായിട്ടുള്ള സേവനങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെയുള്ളവർക്കാണ് ആ പരമപദം പ്രാപിക്കാൻ സാധിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ നിർദ്ദേശിക്കുന്നത് ഈ ഭക്തിയോഗം തന്നെയാണ്. ഭക്ത്യാലോ ലഭ്യസ്തനന്യ, അനന്യമായിട്ടുള്ള ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഈ ഭക്തിയോഗത്തിലേക്ക് വരാത്തവർ, സാധാരണ ആളുകൾ, അവര് ശരീരം വെടിയുന്ന ആ സമയം നോക്കിക്കഴിഞ്ഞാൽ അവരെങ്ങോട്ടാണ് പോയത് എന്ന് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. എങ്ങോട്ടാണ് അവർ പോയിട്ടുള്ളത്, അവർ തിരിച്ചു വരുമോ ഇല്ലയോ, അവർക്ക് ഉയർന്ന ഗതി ലഭിക്കുമോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഭക്തന്മാരെ കുറിച്ചല്ല, ഭക്തിയിലേക്ക് വരാത്ത സാധാരണ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. എത്ര കാലേ പുനാവർത്തിം ആവർത്തിം ചെയ്വ യോഗിന പ്രയാത യാന്തിതം കാലം ഭക്ഷ്യാമി പരദർശന. ഒരു വ്യക്തി ശരീരം വെടിയുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ വ്യക്തി ഉയർന്ന ലോകത്തിലേക്കാണോ പോയത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതിന്റെ ചില ലക്ഷണങ്ങൾ കാണിക്കും. എന്താണ് ലക്ഷണം? 24ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അഗ്നിർ ജ്യോതിർ അഹശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മവിദോ ജന. അഗ്നിയുടെ സാന്നിധ്യം, ജ്യോതിസിന്റെ സാന്നിധ്യം, പകൽ സമയം, ശുക്ലപക്ഷം, ഷൺമാസ, ഉത്തരായണ സമയം, തത്ര പ്രയാത ഗച്ഛന്തി, ഈ സമയത്തൊക്കെ ശരീരം വെടിഞ്ഞവർക്ക് ഉയർന്നു പോകാൻ സാധിക്കും. ഗച്ഛന്തി ബ്രഹ്മവിദോ ജന, അവർക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം. അവർ പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അവരാദ്യം സൂര്യലോകത്തിൽ നിന്ന് ഉയർന്ന മഹർലോകത്തിലേക്കും തപലോകത്തിലേക്കും പിന്നീട് ബ്രഹ്മലോകത്തിൽ നിന്ന് ഭഗവാന്റെ സേവനം ചെയ്ത് വൈകുണ്ഠ ലോകത്തിലേക്ക് അവർക്ക് പോകാൻ സാധിക്കും എന്ന് പറയുന്നത്. അതിന് ശുഭകരമായിട്ടുള്ള സമയമാണ് അഗ്നിർ ജ്യോതിർ അഹശുക്ല ഷൺമാസ ഉത്തരായണം. ഇതൊക്കെ ഉയർന്നു പോകാനുള്ള അവസരമാണ് എന്ന് പറയുന്നത്. അഗ്നിയുടെ സാന്നിധ്യം, ജ്യോതിസിന്റെ സാന്നിധ്യം, പകൽ സമയം, ശുക്ലപക്ഷം, ഉത്തരായണ സമയം, ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉയർന്നു പോകാനുള്ള അവസരമാണ് എന്നാണ് പറയുന്നത്.
പക്ഷെ അതിന് വിപരീതമായിട്ട് ധൂമോ രാത്രി തഥാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തത. രാത്രി സമയം ധൂമത്തിന്റെ സാന്നിധ്യം, പുകയുടെ സാന്നിധ്യം, രാത്രി സമയം കൃഷ്ണപക്ഷം, ദക്ഷിണായനം, ഈ അവസരത്തിൽ ശരീരം വെടിയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഏതുവരെ പോകാനേ സാധിക്കുള്ളൂ? ആ വ്യക്തിക്ക് പിതൃലോകം വരെ പോകാം, അല്ലെങ്കിൽ ചന്ദ്രലോകം വരെ പോകാം. ചാന്ദ്രമസം ജ്യോതി, ചന്ദ്രലോകം വരെ പോയി തിരിച്ചു വരേണ്ടി വരും എന്നാണ് പറയുന്നത്. അവർക്ക് പിന്നീട് ഉയർന്നു പോകാൻ സാധിക്കുന്നില്ല. യോഗി പ്രാപ്യ നിവർത്തത, ഈ സമയത്ത് പോയവര് തിരിച്ചു വരേണ്ടി വരും എന്നാണ് പറയുന്നത്. പക്ഷേ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിഷയമല്ല എന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. ഭക്തൻ ഈ സമയം കാലം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഭക്തനെ അതൊന്നും ബാധിക്കുന്നില്ല. ഭക്തൻ എന്താണ് നോക്കുന്നത്? ഭഗവാനെ സ്മരിക്കുന്നുണ്ടോ? അവസാന സമയത്ത് ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്താണെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് പോകുമെന്ന് നേരത്തെ തന്നെ ഭഗവാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് ഭക്തന്മാർ ഇതൊക്കെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന സമയങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഉയർന്നു പോകും, ഇന്ന സമയങ്ങളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടി വരും. ഇതൊക്കെ വേദങ്ങളിലുള്ള നിർദ്ദേശമാണ്. ആ വേദനിർദ്ദേശമൊന്നും കേട്ടാലും ഭക്തന്മാർ വ്യാകുലപ്പെടുന്നില്ല, അവർക്ക് യാതൊരു ഉത്കണ്ഠയും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നൈതേ ശ്രുതിപ്പാർത്ഥ ജാനൻ യോഗി മുഹ്യന്തി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർച്ചന. ഈ രണ്ട് കാര്യങ്ങളും വേദങ്ങളിൽ പറഞ്ഞത് കേട്ടിട്ടും യോഗി, ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുന്ന ഭക്തന് എന്തില്ല? ന മുഹ്യന്തി, അവർക്ക് യാതൊരു ഉൽക്കമില്ല, അവർക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല. കാരണം എന്താണ്? അവരെപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്താണെങ്കിലും ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് സംഭവിക്കും? അവർ പരമമായിട്ടുള്ള ഗതിയിലേക്ക് തന്നെ പോകും. അതിന് സമയവും കാലവും ഒന്നും വിഷയമല്ല എന്നാണ് പറയുന്നത്. തസ്മാത് സർവേഷു കാലേഷു, അതുകൊണ്ട് നീയും എന്ത് ചെയ്യുക? തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന, എല്ലാ സമയത്തും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുക, ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേദങ്ങളിൽ പറയുന്ന എല്ലാ യജ്ഞങ്ങളും തപസ്സുകളും ദാനങ്ങളും ഒക്കെ ചെയ്യുന്നതിന്റെ ഫലം സ്വാഭാവികമായിട്ട് കിട്ടിക്കൊള്ളും എന്നാണ് പറയുന്നത്. പ്രത്യേകം നമ്മള് വേദങ്ങളിലെ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള വേദത്തിലെ നിർദ്ദേശം. വേദത്തിന്റെ ഏറ്റവും വലിയ നിർദ്ദേശം എന്താണ്? വേദേഷു സർവേഷു അഹമേവ വേദ്യോ, പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ അറിയുക എന്നുള്ളതാണ് വേദത്തിന്റെ ഉദ്ദേശം. അപ്പോൾ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ സേവനം നിരന്തരം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് വേദങ്ങളിൽ പറയുന്ന യജ്ഞങ്ങൾ, ദാനങ്ങൾ, വഴിപാടുകൾ, തപസ്സുകൾ ഇതൊന്നും വേറെ വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം ഭക്തന് സ്വാഭാവികമായിട്ടും കിട്ടിക്കോളും എന്നാണ് അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. വേദേഷു യജ്ഞേഷു തപസ്സു ചെയ്യുക ദാനേഷു യത് പുണ്യബലം പ്രതിഷ്ഠം അത്യേതി തത്സർവം ഇതം വിദിത്വ യോഗി പരം സ്ഥാനം വൈതി ഛാദ്യം. പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ അറിയുകയും പരമപുരുഷനായിട്ടുള്ള ഭഗവാന് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ദാനം കൊണ്ടും യജ്ഞം കൊണ്ടും തപസ്സും കൊണ്ടും ഒക്കെ കിട്ടുന്ന എല്ലാ പുണ്യവും ഭക്തന് സ്വാഭാവികമായിട്ടും കിട്ടിക്കോളും. ആ വ്യക്തി വീണ്ടും വീണ്ടും വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. യാവാൻ അർത്ഥ ഉദപാനെ സർവത സപ്ലതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. ഒരു വലിയ തടാകം സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തി ഒരു ചെറിയ കിണർ കൊഴിക്കുന്ന ആവശ്യമില്ല, അല്ലെ? തടാകത്തിലെ വെള്ളം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാം ചെയ്യാം. അത് കുടിക്കാനും കുളിക്കാനും അലക്കാനും കൃഷി ചെയ്യാനും എല്ലാത്തിനും ഉപയോഗിക്കാം, അല്ലെ? അതിനു വേണ്ടി വീണ്ടും ഒരു കിണർ ഒഴിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ശരണം പ്രാപിച്ച പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി വീണ്ടും വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ദാനങ്ങളോ യജ്ഞങ്ങളോ തപസ്സുകളോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും അതിന്റെ ഫലമെല്ലാം ആ വ്യക്തിക്ക് കിട്ടിക്കോളും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വേദനിർദ്ദേശങ്ങളിൽ ഭക്തൻ വ്യാകുലനാകുന്നില്ല എന്നാണ് പറയുന്നത്. വേദങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യാമിമാം പുഷ്പിതാം വാചം, ഒരുപാട് വാക്കുകൾ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഭക്തന് വിഷയമല്ല എന്നാണ് ഇവിടെ ഭഗവാൻ പ്രഖ്യാപിക്കുന്നത്. ഹരേ കൃഷ്ണ. ഈ അധ്യായത്തിൽ ഇങ്ങനെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ പ്രാപിക്കേണ്ടത് എങ്ങനെയാണ്, പ്രാപിച്ചാലുള്ള പ്രയോജനം എന്താണ്,
മറ്റു ലോകങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അർജുനന്റെ ആ സംശയം തീർന്നു. ഇനി ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ചുള്ള രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ് അടുത്ത അധ്യായത്തിൽ. ഏറ്റവും രഹസ്യമായിട്ടുള്ള തത്വങ്ങൾ, ഭഗവാനെ കുറിച്ചുള്ള തത്വങ്ങളാണ് അടുത്ത അധ്യായത്തിൽ. രാജവിദ്യ രാജഗുഹ്യ യോഗം എന്നുള്ള ഭഗവത്ഗീതയിലെ ഏറ്റവും മധ്യത്തിലെ അധ്യായം, ഏറ്റവും മധ്യഭാഗത്താണ് ഏറ്റവും രഹസ്യമൊക്കെ വെച്ചിട്ടുള്ളത്. അത് അടുത്ത അധ്യായത്തിലാണ് പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ ഇവിടെ വായിച്ചിട്ടുള്ളതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം 8-ാമത്തെ അധ്യായത്തിലെ